ശ്യാമ, ഗുഡ് മോർണിംഗ്. ഇതിപ്പോൾ കൃത്യമായിട്ട് കൈകാര്യം ചെയ്തു പോകേണ്ട ഒരു വിഷയമാണ്, ഗുരുതരമായ പ്രശ്നങ്ങളില്ലാതെ. അപ്പോൾ ഒരു വലിയൊരു ചർച്ചയൊക്കെ സ്കൂളിൽ നടക്കുന്നു. അതിനുശേഷം സ്കൂൾ മാനേജ്മെന്റ് പറയുന്നത് പോലെ തന്നെ കാര്യങ്ങളൊക്കെ പോകാമെന്ന രക്ഷിതാക്കളും പറയുന്നു. പക്ഷേ അതിനുശേഷമാണ് സംസ്ഥാന സർക്കാരിന്റെ ഈ ഒരു നിലപാട് ഇപ്പോൾ മുന്നിലേക്ക് വരുന്നത്. അത് വലിയൊരു ആശയക്കുഴപ്പത്തിലേക്കൊക്കെ നീങ്ങുന്നുണ്ടല്ലോ. അപ്പോൾ സർക്കാർ ഇങ്ങനെ പറഞ്ഞല്ലോ എങ്കിൽ എന്തുകൊണ്ട് ഞങ്ങൾക്ക് ആയിക്കൂടാ എന്നുള്ള ഒരു നിലപാടിലേക്ക് ഇനി പോവുകയാണ് എന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വീണ്ടും കാര്യങ്ങൾ കൈവിട്ടു പോകാനുള്ള സാധ്യത അത് വളരെ വളരെ കൂടുതലാണ്. ഇപ്പോൾ എങ്ങനെയാണ് ഈ ഒരു വിഷയം ഇനി പരിഹരിക്കാനാവുക? ഏതെല്ലാം തരത്തിലാണ് സ്കൂൾ ഈ വിഷയത്തിൽ പ്രതികരിക്കുന്നത്? ഇനിയും ചർച്ചകൾ ഉണ്ടാകുമോ? പൂജ, അതായത് സ്കൂളിൻ്റെ നിലപാട് ഇന്നലെ ഈ സ്കൂളിൻ്റെ അഭിഭാഷക വ്യക്തമാക്കിയതാണ്. സർക്കാർ ഇത്തരത്തിൽ, അതായത് ഒരു സമവായം ഉണ്ടാക്കിയ വിഷയത്തിൽ പിന്നീട് വീണ്ടും സർക്കാർ ഇടപെട്ടത്, അത് മന്ത്രി അത്തരത്തിലൊരു പരാമർശം നടത്തിയത്, അല്ലെങ്കിൽ ഈ വിദ്യാഭ്യാസ വകുപ്പിൻ്റെ റിപ്പോർട്ടിനെ തുടർന്ന് മന്ത്രിയുടെ ആ ഒരു ഇടപെടൽ അത് ശരിയായ നടപടിയല്ല എന്നതായിരുന്നു സ്കൂളിൻ്റെ അഭിഭാഷക വ്യക്തമാക്കിയത്. നിലവിൽ എന്തായാലും 2 ദിവസത്തെ അവധിക്ക് ശേഷം ഇന്നിപ്പോൾ സ്കൂൾ തുറക്കുകയാണ്. അതും പോലീസ് പ്രൊട്ടക്ഷനോട് കൂടി തന്നെയാണ് സ്കൂൾ തുറക്കുന്നത്. ഇന്ന് കുട്ടി സ്കൂളിലേക്ക് എത്തുകയില്ല എന്നതാണ് നിലവിൽ രക്ഷിതാവ് അറിയിച്ചിരിക്കുന്നത്. ആരോഗ്യപരമായ പ്രശ്നങ്ങൾ കാരണമാണ് കുട്ടി എത്താത്തതെന്നാണ് പറയുന്നത്. പക്ഷേ ഈ വിഷയവുമായി ബന്ധപ്പെട്ട് മറ്റ് നിലവിൽ ഇപ്പോൾ ഒന്നും പ്രതികരിക്കാനില്ല എന്ന് കൂടി കുട്ടിയുടെ കുടുംബം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് 11 മണി റിപ്പോർട്ട്, അതായത് ഇത് സംബന്ധിച്ച് സ്കൂൾ അധികൃതർ എന്താണ് തീരുമാനമെന്നത് സംബന്ധിച്ച് റിപ്പോർട്ട് കൈമാറണമെന്നാണ് മന്ത്രിയുടെ ഓഫീസ്, വിദ്യാഭ്യാസ മന്ത്രിയുടെ ഓഫീസ് നിലവിൽ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത് സംബന്ധിച്ച് എന്തായിരിക്കും സ്കൂൾ അധികൃതർ റിപ്പോർട്ട് കൈമാറുക എന്നത് ആണ് ഇനി കാത്തിരുന്ന് കാണേണ്ടത്. സ്വാഭാവികമായിട്ടും ഇന്നലെ ഹൈബീഡ് അടക്കമുള്ള ആളുകൾ എത്തി, കോൺഗ്രസിൻ്റെയും മറ്റുമൊക്കെ നേതാക്കളും മറ്റുമൊക്കെ എത്തിയാണ് ഇവിടെ ഒരു സമവായ ചർച്ച പോലെ ആ കാര്യങ്ങൾ അവതരിപ്പിക്കുകയും പിന്നീട് സ്കൂളിൻ്റെ തീരുമാനമനുസരിച്ച്, അതായത് സ്കൂളിൻ്റെ യൂണിഫോമിറ്റി അനുസരിച്ചുകൊണ്ട് ഈ കുട്ടിയെ സ്കൂളിൽ വിടാമെന്ന് കുട്ടിയും അതോടൊപ്പം തന്നെ രക്ഷിതാവും സമ്മതിച്ചതാണ്. അതിന് പിന്നാലെയാണ് ഇന്നലെ മന്ത്രി ഇത് സംബന്ധിച്ച് വിദ്യാഭ്യാസ വകുപ്പിൻ്റെ ഈ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു നിലപാട് വ്യക്തമാക്കിയത്. അതായത് ഈ കുട്ടിയെ ഹിജാബ് ധരിക്കാനുള്ള ആ ഒരു അവകാശം അനുവദിക്കണം എന്ന്, അതിൻ്റെ കളറും കാര്യങ്ങളുമൊക്കെ സ്കൂൾ അധികൃതർക്ക് തീരുമാനിക്കാമെന്ന നിലയിലാണ് ഇപ്പോൾ നിലവിൽ മന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ഏതായാലും ഇത് സംബന്ധിച്ച് ഇപ്പോൾ കുട്ടിയുടെ കുടുംബം കാര്യമായ രീതിയിൽ പ്രതികരിച്ചിട്ടില്ല. ഇന്ന് കുട്ടി സ്കൂളിലെത്തുന്നില്ല. എന്തായാലും ഇന്ന് വൈകിട്ട് PTA എക്സിക്യൂട്ടീവ് ഉണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ഒരുപക്ഷെ ആ എക്സിക്യൂട്ടീവ് കൂടി ഒരു തീരുമാനം എടുക്കാനുള്ള സാധ്യതയും ഉണ്ട്. പൂജ, ശ്യാമപ്രസാദ് ഉത്തമനാണ് ആ സ്കൂളിന് മുന്നിൽ നിന്നും വിവരങ്ങൾ നൽകിയത്.